Welcome, my dear friends. How are you? We are beginning Unit 2, Paths to Progress today. ഇന്ന് നമ്മൾ Unit 2, Paths to Progress ആരംഭിക്കുകയാണ്. The phrase Paths to Progress means the different ways or efforts we take to improve ourselves, our society and the world around us. പാത്സ് ടു പ്രോഗ്രസ് എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും ചുറ്റുപാടുകളെയും മെച്ചപ്പെടുത്താൻ സ്വീകരിക്കുന്ന വിവിധ വഴികളും പരിശ്രമങ്ങളുമാണ്. പ്രോഗ്രസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ വൺ ഡേ. ഇറ്റ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ് ആൻഡ് ഓവർകം ചാലഞ്ചസ്. പുരോഗതി ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴും കഠിനമായി പരിശ്രമിക്കുമ്പോഴും വെല്ലുവിളികളെ അതിജീവിക്കുമ്പോഴുമാണ് അത് സംഭവിക്കുന്നത്. In this unit, we will learn about people who chose courageous paths and made a difference in the world. വെല്ലുവിളികൾ നിറഞ്ഞ വഴികളിലൂടെ ധൈര്യത്തോടെ മുന്നേറി ലോകത്തിൽ മാറ്റം സൃഷ്ടിച്ച വ്യക്തികളുടെ കഥകളാണ് ഈ യൂണിറ്റിലൂടെ പരിചയപ്പെടുത്തുന്നത്. അവ നിങ്ങൾക്ക് പ്രചോദനമേകും. ഈ യൂണിറ്റിൽ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട വഴികളെ പറ്റിയും അത് നേടാൻ നമുക്ക് വേണ്ട പരിശ്രമങ്ങളെ പറ്റിയുമാണ് പഠിക്കുന്നത്. My dear friends, today we are going to learn about a young man who proved that nothing is impossible in life. കൂട്ടുകാരെ, ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിച്ച ഒരു യുവാവിനെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. His name is ശ്രീകാന്ത് ബൊല്ല. അദ്ദേഹത്തിന്റെ പേര് ശ്രീകാന്ത് ബൊല്ല എന്നാണ്. He is visually impaired from birth. അദ്ദേഹം ജന്മനാ കാഴ്ച പരിമിതിയുള്ള ആളാണ്. But he did not let his visual impairment stop him. പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് അദ്ദേഹം തന്റെ കഴിവുകൾ തെളിയിച്ചു. He became an inspiring entrepreneur, helping many others with courage and hard work. He broke all barriers in his life and became successful. ധൈര്യത്തോടും കഠിന പ്രയത്നത്തോടും കൂടി അദ്ദേഹം തന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് വിജയം വരിക്കുകയാണ് ഉണ്ടായത്. His story will teach us to believe in ourselves and to keep moving forward, no matter what difficulties we face. നാം നേരിടുന്ന ഏതൊരു ബുദ്ധിമുട്ടുകളും അവഗണിച്ച് മുന്നോട്ടു പോകുവാനും നമ്മളിൽ തന്നെ വിശ്വാസം നിലനിർത്താനും അദ്ദേഹത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കും. Challenges in life do not mean we are weak. With courage and hard work, we can overcome any obstacle and achieve success. ജീവിതത്തിലെ ഏതു വെല്ലുവിളികളെയും ധൈര്യത്തോടെയും കഠിനാധ്വാനത്തോടെയും നേരിടാൻ കഴിഞ്ഞാൽ നമുക്ക് ഏതു തടസ്സവും മറികടന്ന് വിജയം വരിക്കാൻ കഴിയും. ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. Before we begin the lesson, we can see 3 lines written by Robert Frost. Let's get familiar with those lines. പാഠം ആരംഭിക്കുന്നതിന് മുൻപ് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ 3 വരികൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വരികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. The following are the lines. 2 roads diverged in a wood, and I took the one less traveled by. And that has made all the difference. These lines are taken from one of Robert Frost's famous poems, The Road Not Taken. ഈ വരികൾ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ പ്രശസ്തമായ കവിതയായ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ്. They speak about making choices in life. ജീവിതത്തിൽ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളെ കുറിച്ചാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. Let's now look at each line and understand its meaning. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കാം. 2 roads diverged in a wood. ഒരു കാട്ടിൽ 2 ദിശകളിലേക്ക് പോകുന്നതായിട്ടുള്ള 2 വഴികൾ ഉണ്ടായിരുന്നു. And I took the one less traveled by. ആളുകൾ കുറച്ച് യാത്ര ചെയ്ത വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അതായത് അധികം ആരും തിരഞ്ഞെടുക്കാത്ത വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. Here the one less traveled by means the path that most people do not choose to take. അതായത് അധികമാരും സഞ്ചരിക്കാത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാത്ത വഴി. And that has made all the difference. ആ വേറിട്ട വഴി തിരഞ്ഞെടുത്ത തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ വരികളിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്? മറ്റുള്ളവർ പോകുന്ന വഴിയല്ല, നമ്മൾ വിശ്വസിക്കുന്ന വഴിയിലൂടെ പോവുക എന്ന സന്ദേശമാണ് ഈ വരികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനും വിജയത്തിലേക്കും ഉയരങ്ങളിലേക്കും എത്താനും നമുക്ക് സാധിക്കുമെന്ന് ഈ വരികളിലൂടെ നമ്മെ ബോധവാന്മാരാക്കുന്നു.
My dear friends, shall I ask you some questions based on these lines? All right. Where did the two roads diverge according to the poet? എവിടെയാണ് രണ്ടു വഴികൾ വേറിട്ടു പോകുന്നത് എന്ന് കവി പറയുന്നത്? According to the poet, the two roads diverged in a wood. ഒരു കാട്ടിലാണ് രണ്ടു വഴികൾ വേറിട്ടു പോകുന്നത് എന്നാണ് കവി പറയുന്നത്. What kind of road did the poet choose? ഏതു വഴിയാണ് കവി തിരഞ്ഞെടുത്തത്? The poet chose the road less traveled by others. ആളുകൾ കുറച്ച് യാത്ര ചെയ്ത വഴിയാണ് കവി തിരഞ്ഞെടുത്തത്. What is the message of these lines? ഈ വരികളുടെ സന്ദേശം എന്താണ്? We should make bold choices in life. Even if they are different from others, it can bring positive changes. ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ തീരുമാനങ്ങൾ ധൈര്യസമേതം എടുക്കാൻ കഴിഞ്ഞാൽ കഠിനമായ പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ വൻ വിജയവും വലിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു. Before moving on to the lesson, let's get familiar with the sentence given here by Mark Twain. The secret of getting ahead is getting started. This means that if we want to progress and succeed in life, we must take the first step without fear or hesitation. ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വിജയിക്കാനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരു തുടക്കം കുറിക്കുക എന്നതാണ് എന്ന് മാർക്ക് ട്വെയിൻ പറയുന്നു. Many people have dreams, but they do not take action. Without starting, we can never move ahead in life. പലർക്കും വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ പലരും അതിനുവേണ്ടി പ്രവർത്തിക്കാറില്ല. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു തുടക്കം കുറിക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. If you want to succeed or move ahead in life, the most important thing is to start taking action, even if it is a very small step. Taking the first step is the key to progress. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താൻ ഒരു ചെറിയ തുടക്കം കുറിക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയിൽ നമ്മൾ കാലെടുത്ത് വെക്കേണ്ടതുണ്ട്, അത് എത്ര ചെറുതായാലും. Now, look at the picture given on this page. What does the picture suggest to you? ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? In the picture, there are many ladders placed high above the ground. ഈ ചിത്രത്തിൽ കുറെ പടികൾ കാണുന്നുണ്ടല്ലേ? ഇതിൽ ആദ്യത്തെ പടി തന്നെ നിലത്തു നിന്നും കുറച്ച് ഉയരത്തിലുള്ളതാണ്. The first step on the ladder is quite high, making it difficult to climb. ഇതിൽ ആദ്യത്തെ പടിയിലേക്ക് കയറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. We can see that one person is trying to step onto the ladder, showing courage to start. ഇവിടെ ഒരാൾ ആ പടിയിലേക്ക് കയറാൻ ധൈര്യസമേതം ഒരു ശ്രമം നടത്തുന്നുണ്ട്. Some people are standing near the ladder, looking at it but not trying to climb. ചിലർ അതിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പത്താൽ ചിന്തിച്ചും സംശയിച്ചുമൊക്കെ നിൽക്കുകയാണ്. One person is sitting, not making any effort at all. ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്, ഒരു വിധത്തിലുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നില്ല. This picture suggests that in life opportunities may seem difficult to reach, like the first step of these high ladders. If we want to succeed, we must try and take the first step even if it is hard. ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ അവസരങ്ങൾ പലപ്പോഴും ഇതുപോലെ കഠിനമായിരിക്കാം. ഉയരത്തിലുള്ള ഈ ആദ്യത്തെ പടി പോലെയുള്ളതാണ് ജീവിതത്തിലുള്ള അവസരങ്ങൾ. പക്ഷെ വിജയിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ളതായാലും നമുക്ക് ശ്രമിച്ചു തുടങ്ങേണ്ടതുണ്ട്. As Mark Twain says, the secret of getting ahead is getting started. So, we should not just watch but act courageously. മാർക്ക് ട്വെയിൻ പറഞ്ഞതുപോലെ മുന്നേറാനുള്ള രഹസ്യം തുടങ്ങുന്നതിലാണ്. അതിനാൽ നോക്കി നിൽക്കാതെ ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത് സഫലീകരിക്കാൻ കഠിന പ്രയത്നം ചെയ്ത് മുന്നേറേണ്ടതുമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക. Now we can see one passage here. You have read the saga of the tiffin carriers in class 9. When you were in class 9, you studied the story called the saga of the tiffin carriers. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച The Saga of the Tiffin Carriers എന്ന കഥ നമുക്കൊന്ന് ഓർത്തു നോക്കാം. For the tiffin carriers, necessity became the mother of invention, and the project is now the mother of all the community entrepreneurship programs.
ടിഫിൻ കാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യകതകളാണ് അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പ്രചോദനമായത്. അവരുടെ ആവശ്യങ്ങൾ കാരണം അവർക്ക് തന്നെയും അതുപോലെ മറ്റുള്ളവർക്കും സഹായകരമാകും വിധം ഉള്ള ഒരു സംവിധാനം അവർ കണ്ടുപിടിച്ചു. For the tiffin carriers, their needs led them to create a new and smart way to deliver food. Because of their need, they invented a system to help themselves and others. Today, this project has become an inspiration and model for many community entrepreneurship programs, showing how people can work together to improve their lives. ഇത് സമൂഹത്തിൽ പലർക്കും സംരംഭകത്വ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് പ്രചോദനമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പദ്ധതിയെ അനുകരിച്ച് സമൂഹത്തിൽ പലരും സംരംഭകത്വ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോട്ട് വരുന്നുണ്ട്. സമൂഹം മുന്നോട്ടു പോകാൻ ആളുകൾ ചേർന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മാതൃകയായി ഇത് മാറിയിരിക്കുന്നു. Entrepreneurship means starting and running new businesses by using new ideas, hard work and courage. Entrepreneurship എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങളുമായി പുതിയ ബിസിനസ്സുകൾ തുടങ്ങുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. It's about finding a need in society and providing a solution to a business. സമൂഹത്തിൽ ഒരു ആവശ്യകത കണ്ടെത്തി അതിന് പരിഹാരം നൽകാൻ ബിസിനസ് വഴി ശ്രമിക്കുന്നതാണ് ഓൺട്രപ്രണർഷിപ്പ്. When the tiffin carriers in Mumbai started delivering home-cooked food to office workers using their own system, it was entrepreneurship. മുംബൈയിലെ ടിഫിൻ കാരിയേഴ്സ് ഓഫീസുകളിൽ ഭക്ഷണം എത്തിക്കാൻ തങ്ങൾ ആരംഭിച്ച് പ്രവർത്തിപ്പിച്ച പദ്ധതി സംരംഭകത്വത്തിന്റെ ഒരു ഉദാഹരണമാണ്. Entrepreneurs take risks, create jobs and help the community to grow. ഓൺട്രപ്രണർമാർ ധൈര്യത്തോടെയും കഠിന പരിശ്രമത്തോടെയും മുന്നോട്ടു പോവുകയും ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുകയും സമൂഹത്തെ വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. തിലക് മേത്ത was a 13-year-old boy when he initiated a startup. തിലക് മേത്ത ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചപ്പോൾ വെറും 13 വയസ്സുള്ള ഒരു ബാലനായിരുന്നു. A startup is a new business started by a person or a group of people with a new idea to solve a problem or provide a service. സ്റ്റാർട്ടപ്പ് എന്നത് ഒരു പുതിയ ആശയവുമായി ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതാണ്. Startups often begin on a small scale and try to grow by using new methods, technology and innovation. പുതിയ രീതികൾ, ടെക്നോളജി, പുതിയ ആശയങ്ങൾ എന്നിവ ഉപയോഗിച്ച് വളരാൻ ശ്രമിക്കുന്നതാണ് സ്റ്റാർട്ടപ്പ്. ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഒരു സേവനം നൽകാൻ കുറച്ചാളുകൾ ചേർന്ന് ചെറിയതായാണ് ഈ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത്. Tilak Mehta's Paper and Parcels is a startup. He started Paper and Parcels, a digitally managed courier service in 2018. 2018 ഡിജിറ്റൽ രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു കൊറിയർ സർവീസായ പേപ്പേഴ്സ് ആൻഡ് പാഴ്സൽസ് അദ്ദേഹം ആരംഭിച്ചു. Inspired by the model of Dabbawalas, it assured delivery anywhere in the city the same day the parcel was handed to the company. This means that on the same day the parcel is given to the company, they promise to deliver it anywhere in the city. ഡബ്ബാവാലമാരുടെ മാതൃകയിൽ പ്രചോദനം ലഭിച്ച ഇത് പാഴ്സൽ കമ്പനിയിലേക്ക് കൊടുത്ത അതേ ദിവസം തന്നെ പാഴ്സൽ നഗരത്തിന്റെ ഏത് സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകുന്നു. The idea came to him when he urgently needed some books from the other end of the city. നഗരത്തിന്റെ മറുഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് അടിയന്തിരമായി ചില പുസ്തകങ്ങൾ ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ ആശയം മനസ്സിലേക്ക് വന്നത്. He tried to get the books delivered, but the courier costs were much higher than the price of the books. അദ്ദേഹം ആ പുസ്തകങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചു, എങ്കിലും കൊറിയർ സർവീസിന്റെ ചിലവ് പുസ്തകത്തിന്റെ വിലയേക്കാൾ കൂടുതലായിരുന്നു. This gave him the idea of providing a cheaper service. ഇത് കുറവുള്ള ചിലവിൽ ഒരു സേവനം നൽകാനുള്ള ആശയം അദ്ദേഹത്തിന് ഉണ്ടാവാൻ കാരണമായി. Just a few months later, the young entrepreneur who was then in class 8 was managing a staff of 500 who processed and delivered 1,000 to 1,200 parcels a day.
അന്ന് 8ാം ക്ലാസ്സിലായിരുന്ന ആ യുവ സംരംഭകൻ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസത്തിനുള്ളിൽ 1000 മുതൽ 1200 വരെ പാഴ്സലുകൾ പ്രോസസ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന 500 ജീവനക്കാരെയാണ് നിയന്ത്രിച്ചിരുന്നത്. The success of paper and parcels reflects the potential for youth entrepreneurship in India. പേപ്പേഴ്സ് ആൻഡ് പാഴ്സൽസിന്റെ വിജയമാണ് ഇന്ത്യയിൽ യുവ സംരംഭകത്വത്തിനുള്ള സാധ്യതകളെ പ്രതിഫലിപ്പിക്കുന്നത്. ഡു യു അഗ്രി? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക. വാട്ട് ക്വാളിറ്റീസ് ഷുഡ് യങ് ഓൺടർപ്രണേഴ്സ് possess, acquire or develop? What are the good qualities and skills that young entrepreneurs should already have, should learn or should try to improve in themselves? യുവ സംരംഭകരിൽ എന്തെല്ലാം ഗുണങ്ങളും കഴിവുകളും ഉണ്ടായിരിക്കണം? എന്തെല്ലാം അവർ പഠിക്കണം? അല്ലെങ്കിൽ എന്തെല്ലാം കഴിവുകളാണ് അവർ വികസിപ്പിച്ചെടുക്കേണ്ടത്? Young entrepreneurs should have courage, hard work, honesty, creativity, problem-solving skills, and the willingness to take risks. They should also learn planning, time management, and leadership skills to succeed in their business. നല്ലൊരു ഓൺട്രപ്രണർ ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്? ധൈര്യം, കഠിന പ്രയത്നം, സത്യസന്ധത, സൃഷ്ടിപരമായ ചിന്ത, പ്രശ്നപരിഹാര ശേഷി, മുൻകൂട്ടി സാധ്യതകൾ കാണാൻ കഴിയൽ എന്നിവ യുവ സംരംഭകർക്ക് ഉണ്ടായിരിക്കണം. വിജയിക്കാൻ അവർക്ക് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനം, സമയനിഷ്ഠ, നേതൃത്വ പാടവം തുടങ്ങിയ കഴിവുകളും വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. There are many stories like this. For example, Ritesh Agarwal, who started Oyo Rooms at a young age. Ritesh Agarwal ചെറുപ്പത്തിൽ ഓയോ റൂംസ് ആരംഭിച്ചു. ശ്രീകാന്ത് ബൊല്ലാസ് കമ്പനി gives education, training and jobs to persons with disabilities. ശ്രീകാന്ത് ബൊല്ലയുടെ കമ്പനി അംഗപരിമിതർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും ജോലി അവസരങ്ങളും നൽകുന്നു. തിലക് മേത്ത started paper and parcels at the age of 13. തിലക് മേത്ത 13ാം വയസ്സിൽ പേപ്പർ ആൻഡ് പാഴ്സൽസ് ആരംഭിച്ചു. These stories show that with courage and hard work, young people can become successful entrepreneurs. ധൈര്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ യുവാക്കൾക്ക് മികച്ച സംരംഭകരാകാൻ കഴിയുമെന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തരുന്നു. Do you know any other stories about people who became successful? ഇതുപോലെയുള്ള വിജയ കഥകൾ നിങ്ങൾക്കറിയാമോ? Try to collect a few such stories and share them with your group in the class. അത്തരത്തിലുള്ള കഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. Now let's move on to the speech by Srikanth Bolla, Breaking Barriers, I Will Fly. ഇനി നമുക്ക് ശ്രീകാന്ത് ബൊല്ലയുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പ്രസംഗത്തിലേക്ക് കടക്കാം. In this speech, we will learn how Srikanth overcame challenges in his life and achieved success. ഈ പ്രസംഗത്തിൽ ശ്രീകാന്ത് എങ്ങനെ തന്റെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിട്ടുവെന്നും അതിൽ എങ്ങനെ വിജയിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കാം. അംഗപരിമിതി എന്നത് ഒരു കഴിവുകേടല്ല എന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. Before we start the lesson, let's first get familiar with, let's read and reflect. Success requires vision and perseverance rather than luck, doesn't it? To achieve success in life, what we need is a clear goal or vision and continuous hard work without giving up. Not just luck. The question tag doesn't it is used to confirm agreement. വിജയം നേടാൻ നമുക്ക് ആവശ്യമായത് ഭാഗ്യമല്ല, വ്യക്തമായ ലക്ഷ്യവും കഠിന പരിശ്രമവുമാണ്. Problems should be seen as opportunities and failures as practice. When we face problems, we should consider them as chances to learn and grow. Similarly, failure should be taken as practice steps that help us improve ourselves for the future. പ്രശ്നങ്ങളെ നാം അവസരങ്ങളായി കാണണമെന്നും പരാജയപ്പെട്ടാൽ അതൊരു പാഠമായി കണ്ടുകൊണ്ട് ഇനി മുന്നോട്ടു പോകാൻ അത് പരിശീലനത്തിന്റെ ഭാഗമെന്നതുപോലെ കാണണമെന്നുമാണ് പറയുന്നത്. Do you agree? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? The speaker is asking us whether we agree with these ideas. Now, we are going to listen to a person who is visually impaired from birth but has a strong vision in life. He has transformed not only his own life
but also has helped change the lives of many others. ഇപ്പോൾ നമ്മൾ ഒരു കാഴ്ച പരിമിതിയുള്ള പ്രതിഭാസമ്പന്നനായ വ്യക്തിയുടെ കഥ കേൾക്കാൻ പോവുകയാണ്. അദ്ദേഹം തന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും പ്രചോദനാത്മകമായി മാറ്റിയ വ്യക്തിയാണ്. ലെറ്റ്സ് ലേൺ ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ശ്രീകാന്ത് ബൊല്ല സ്പീച്ച് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഹലോ, ഐ ആം ശ്രീകാന്ത്, an entrepreneur. ഞാൻ ശ്രീകാന്ത്, ഒരു സംരംഭകനാണ്. ഓൺട്രപ്രണർ എന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, എങ്കിലും ഒന്നുകൂടെ പറയാം. An entrepreneur is someone who starts and runs a business. Srikanth is introducing himself and saying that he is an entrepreneur. Do you know that 51% of Indians are self-employed? He is asking the audience if they know that 51%, that is more than half of the people in India, are working for themselves. That is self-employed, not for others. ഇന്ത്യക്കാരിൽ 51% പേർ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? നോട്ട് ഫോർ അതേഴ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വയം തൊഴിൽ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. ഇറ്റ് മീൻസ് they do not work as employees under someone else, like in a company, government office or under a boss. Instead, they work for themselves. That is, running their own business, shop, farming, or any self-management work. Let me share the story of the richest entrepreneurial couples in the world. My parents. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സംരംഭക ദമ്പതികളുടെ കഥ ഞാൻ നിങ്ങളോട് പങ്കിടാം. അവരാണ് എന്റെ മാതാപിതാക്കൾ. Srikanth is saying he wants to tell the story of the richest entrepreneurial couples in the world, and he harmoniously refers to his parents in this way, showing his love and respect for them. They earned just 20,000 rupees a year from their small plot of land. അവർക്ക് സ്വന്തമായുണ്ടായിരുന്ന ചെറിയ സ്ഥലത്തു നിന്നും പ്രതിവർഷം വെറും 20,000 രൂപ മാത്രമേ വരുമാനമായി ലഭിച്ചിരുന്നുള്ളൂ. Giving birth to a child is the happiest thing for every married couple. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നത് ഏത് ദമ്പതിമാർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. At that moment in time, the term apple of the eye did not mean much to them. The apple of my eye is an idiom. It refers to someone or something that is deeply cherished, loved or valued above all others. Usually, apple of the eye means a precious person. അതായത് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ കണ്ണിലുണ്ണി, കൺമണി എന്നൊക്കെ അർത്ഥം. At that time, the phrase apple of the eye did not have much significance for them due to their situation. അപ്പോഴത്തെ അവസ്ഥയിൽ കൺമണി എന്ന പ്രയോഗത്തിന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല. Neither of my parents had ever seen an apple, nor did I have an eye. My parents were so poor and from such a background that they had never seen an apple fruit in their life. എന്റെ മാതാപിതാക്കൾ ഇരുവരും ഒരു ആപ്പിൾ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ കാഴ്ചശക്തിയും ഉണ്ടായിരുന്നില്ല. When I was born without eyes, society saw me as a burden. ഞാൻ കണ്ണുകളില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ഭാരമായിട്ടാണ് കണ്ടത്. Some even suggested that I should be smothered. Smother means to suffocate or to kill by suffocating. ശ്വാസം മുട്ടിച്ചു കൊല്ലുക. Some people were so negative that they even told his parents to kill him to avoid future difficulties. ചില ആളുകൾ എന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നുകളയണമെന്ന് വരെ എന്റെ മാതാപിതാക്കളോട് ഉപദേശിക്കുകയുണ്ടായി. But my parents showered on me immense love and care. എന്നാൽ എന്റെ മാതാപിതാക്കൾ എന്നെ ഏറെ സ്നേഹിക്കുകയും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്തു. His parents gave him a lot of love and took great care of him. They felt they were the richest couple in the world, and I consider myself the luckiest person. His parents felt that having him was a great blessing, making them feel like the richest couple in the world. Srikanth feels that he is the luckiest person to have parents like them. എന്റെ മാതാപിതാക്കൾക്ക് അവർ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ദമ്പതിമാർ ആണെന്നുള്ള അനുഭവമായിരുന്നു. ഇത്രയും സ്നേഹസമ്പന്നരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചതിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയായി കരുതുന്നു. As a child, I spent much of the time with my father in the fields.
When Srikanth was a child, he used to spend most of his time in the agricultural fields with his father. കുട്ടിക്കാലത്ത് ഞാൻ എന്റെ അച്ഛനോടൊപ്പം കൃഷിസ്ഥലത്താണ് എന്റെ കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത്. However, my short legs made it difficult for me to help. എന്നാൽ എന്റെ ചെറുതായിരുന്ന കാലുകൾ അച്ഛനെ സഹായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. My father began to think that perhaps the people who doubted my future might be right. എന്റെ ഭാവിയെക്കുറിച്ച് ആളുകൾ സംശയിച്ചത് ശരിയായിരിക്കാം എന്ന് എന്റെ അച്ഛൻ കരുതാൻ തുടങ്ങി. He realized I didn't fit into the traditional farming model. His father understood that Srikanth's physical condition was not suitable for traditional farming work. പരമ്പരാഗത കൃഷിരീതിയിൽ എനിക്ക് തുടരാൻ കഴിയില്ലെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. Then he decided that education was to be my path. അതിനുശേഷം വിദ്യാഭ്യാസമാണ് എനിക്ക് അനുയോജ്യമെന്ന് അച്ഛൻ തീരുമാനിച്ചു. His father decided that Srikanth should focus on education instead of farming. My dear friends, that's all for today's class. We will continue with the rest of Srikanth's speech in the next video. I hope the explanations were clear. Thank you for joining me. If you enjoyed my classes, please don't forget to subscribe, share, and press the bell icon for more videos. Thank you and have a wonderful day.